അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ അധ്യായത്തിൽ പുത്രവിയോഗത്താൽ ദുഃഖിക്കുന്ന യാക്കൂബ് നബിയുടെ അവസ്ഥയാണല്ലോ നാം പറഞ്ഞു നിർത്തിയത്. ഇതേ സമയം യൂസുഫ് നബി കിണറ്റിൽ പിതാവും അനിയൻ ബിന്യാമിനെയും കാണാത്തതിൽ വളരെയധികം വിഷമമുണ്ടെങ്കിലും ഓരോ ദിവസവും അള്ളാഹുവിൻ്റെ കൃപയാൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയുമാണ് കഴിഞ്ഞത്. ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് യൂസുഫ് നബിയോട് ഇപ്രകാരം പറഞ്ഞു: അള്ളാഹുവിൻ്റെ അറിയിപ്പുണ്ട്, അധികം താമസിയാതെ അങ്ങ് ഇവിടെ നിന്നും രക്ഷപ്പെടുന്നതാണ് എന്ന്. ആയിടക്കാണ് ഒരു കച്ചവട സംഘം അതിലൂടെ പോയത്. മിസ്റുകാരനായിരുന്ന മാലിക് ബിൻ സുബൈറും സംഘവുമായിരുന്നു അത്. അവർ വിശ്രമിക്കാനായി ഇറങ്ങിയതായിരുന്നു അവിടെ. ദാഹിച്ചപ്പോൾ വെള്ളം ശേഖരിക്കാനായി അവർ അടുത്തുള്ള കിണറ്റിനരികിൽ ചെന്ന് തൊട്ടി താഴോട്ടിട്ടു. തൊട്ടി വലിച്ചു കയറ്റിയപ്പോൾ അതിൽ സുന്ദരനായ യുവാവിനെ കണ്ട് അവർ അത്ഭുതപ്പെട്ടു. യൂസുഫ് നബിയുടെ നിസ്തുലമായ സൗന്ദര്യം കണ്ട് അവർ അമ്പരന്നു നിന്നു. ഈ സമയം യൂസുഫിൻ്റെ സഹോദരന്മാർ അവിടെ വന്നു നോക്കി. എന്നിട്ട് സഹോദരന്മാർ മാലിക് ബിൻ സുബൈറിന് തുച്ഛമായ വിലക്ക് യൂസുഫ് നബിയെ വിൽക്കുകയായിരുന്നു. മാലിക് ബിൻ സുബൈർ യൂസുഫ് നബിയെ നൈൽ നദീതീരത്ത് ഇറക്കി. നബിയെ കുളിപ്പിച്ച് പട്ടുവസ്ത്രങ്ങൾ ധരിപ്പിച്ചു. തലയിൽ കിരീടം പോലുള്ള തലപ്പാവ് ധരിപ്പിച്ചു. കുതിരപ്പുറത്തായി മുന്നിൽ നയിപ്പിച്ചു. ആ വേഷഭൂഷാദിയിൽ യൂസുഫ് നബിയുടെ സൗന്ദര്യം ഇരട്ടിച്ചു. കച്ചവടക്കാരനായ മാലിക് അതീവ സുന്ദരനായ ഒരു അടിമയെ കൊണ്ടുവന്നു എന്ന വാർത്ത മിസ്രിയിലെ ജനങ്ങൾ അറിഞ്ഞ് നബിയെ കാണാൻ മാലിക്കിൻ്റെ വീട്ടിലേക്ക് പ്രവഹിച്ചു. ഈജിപ്തിൻ്റെ അയൽ രാജ്യമാണ് മിറാക്കിഷ്. ആ രാജ്യത്തെ രാജാവായ തൈമൂസിൻ്റെ ഒരേ ഒരു മകളായിരുന്നു സുലൈഖ. സൗന്ദര്യത്താൽ കേൾവി കേട്ടിരുന്ന സുലൈഖ ബീവിക്ക് ഏതൊരു ആഗ്രഹവും രാജാവും പിതാവുമായ അദ്ദേഹം നിറവേറ്റിക്കൊടുക്കുമായിരുന്നു. ഒരു ദിവസം സുലൈഖ സുന്ദരനായ ചെറുപ്പക്കാരൻ വന്നു നിൽക്കുന്നതായി സ്വപ്നം കണ്ടു. പിന്നീട് അവർ ചിത്തഭ്രമം പിടിച്ചതുപോലെ പെരുമാറുകയായിരുന്നു. മകളെ ചികിത്സിപ്പിക്കാൻ പല വൈദ്യന്മാർ വന്നെങ്കിലും വിഫലമായിരുന്നു. മിസ്രിയിലെ അസീസിനെ താൻ സ്വപ്നത്തിൽ ദർശിക്കാറുണ്ടെന്നും അദ്ദേഹത്തെ മാത്രമേ താൻ വിവാഹം കഴിക്കൂ എന്നും സുലൈഖ പറഞ്ഞു. ഇതറിഞ്ഞ സുലൈഖയുടെ പിതാവ് മിസ്രിയിലെ അസീസുമായി സുലൈഖയുടെ വിവാഹം നടത്തിക്കൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ സുലൈഖയുടെയും അസീസിൻ്റെയും വിവാഹം മംഗളകരമായി നടന്നു. എന്നാൽ വിവാഹ ദിവസം ആദ്യ രാത്രി തന്നെ സുലൈഖ സത്യം മനസ്സിലാക്കി. താൻ സ്വപ്നദർശനം നടത്തിയ യുവാവ് അല്ല തൻ്റെ ഭർത്താവ് എന്ന്. സുലൈഖ അസീസുമായി അടുക്കാതിരിക്കാനുള്ള ഓരോ സൂത്രങ്ങൾ കണ്ടെത്തിയിരുന്നു. അങ്ങനെ ആ ദമ്പതികൾ മറ്റുള്ളവരുടെ മുമ്പിൽ ദമ്പതിമാരും വാസ്തവത്തിൽ അന്യരുമായി വർത്തിച്ചുവന്നിരുന്ന ആ കാലത്താണ് യൂസുഫ് നബി മിസ്രയിൽ എത്തുന്നത്. യൂസുഫ് നബിയെ കിണറ്റിൽ നിന്ന് രക്ഷിച്ച മാലിക് ബിൻ സുബൈർ തൻ്റെ അടിമയായ യൂസുഫിനെ ലേലത്തിൽ വിൽക്കുവാൻ തീരുമാനിച്ചു. മാലിക് അവരുടെ സുന്ദരനായ അടിമയെ വിൽക്കുന്നു എന്ന വാർത്ത നാടാകെ പരന്നു. ഇതറിഞ്ഞ നാട്ടുകാർ അവിടെ തടിച്ചുകൂടി. ഈ സമയത്താണ് അസീസും സുലൈഖയും ആ സദസ്സിലേക്ക് വന്നത്. ലേലത്തിൻ്റെ സമയം അടുത്തപ്പോൾ മാലിക് യൂസുഫിനെ കൊണ്ടുവന്ന് മനോഹരമായി അലങ്കരിച്ച ഒരു കസേരയിലിരുത്തി. യൂസുഫ് നബി അണിഞ്ഞൊരുങ്ങി തലപ്പാവ് ധരിപ്പിച്ച് ആ കസേരയിലിരിക്കുന്ന കാഴ്ച കണ്ട് സുലൈഖ ബീവി അത്ഭുതം പൂകി. താൻ സ്വപ്നം കണ്ടിരുന്ന തൻ്റെ ഹൃദയം കവർന്ന ആ കോമളനായ യുവാവ് ഇതാ തൻ്റെ മുന്നിൽ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ അവർ സന്തോഷം കൊണ്ട് ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു നടന്നു. ഇത് കണ്ട അവരുടെ വളർത്തുമാതാവ് അവരുടെ കൈകളിൽ പിടിച്ചു. സുലൈഖ ബീവി പരിസരം മറന്ന് അത്ഭുതപ്പെട്ട് അങ്ങനെ നോക്കി നിന്നുപോയി എന്നാണ് ചരിത്രങ്ങളിൽ പറയുന്നത്.